ആഗോള ലത്തീൻ കത്തോലിക്ക സഭ യഥാക്രമം നവംബർ 1, 2 തീയതികൾ സകല വിശുദ്ധരെയും മരിച്ചവരുടെയും തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള പൗരസ്ത്യ കത്തോലിക്ക സഭകൾ വേറെ ദിവസങ്ങളിൽ ഈ തിരുനാളുകൾ ആഘോഷിക്കുന്നത് ചിലർക്കെങ്കിലും ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരാധനാക്രമത്തിൽ ലത്തീൻ സഭ വിശുദ്ധരുടെ തിരുനാളുകളെ കേന്ദ്രീകരിച്ച് മുന്നേറുമ്പോൾ സുറിയാനി ആരാധന പാലിക്കുന്ന സീറോ മലബാർ സഭ ഈശോയുടെ രക്ഷണീയ കർമ്മത്തെ ധ്യാനിക്കുന്ന വിവിധ ആരാധനാക്രമ കാലങ്ങളെ കേന്ദ്രീകരിച്ച് മുന്നേറുകയാണ്. ഈശോയുടെ രക്ഷാകര കർമ്മങ്ങളോട് ബന്ധപ്പെടുത്തിയാണ് സീറോ മലബാർ സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകൾ ആചരിക്കുന്നത്. അതുകൊണ്ട് മലബാർ സഭ ദനഹ കാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച സകല മരിച്ചവരുടെയും തിരുനാളുകൾ കൊണ്ടാടുന്നു. ഉയിർപ്പ് ഞായർ കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാളും ആചരിക്കുന്നു. ഇനി അതിൻ്റെ കാരണങ്ങൾ കണ്ടു നോക്കാം. ദനഹാകാലത്ത് സീറോ മലബാർ പാരമ്പര്യത്തിൽ ഈ തിരുനാൾ ആചരിക്കുന്നത് ദനഹാകാലത്ത് ഈശോ ഈ ലോകത്തിന് വെളിപ്പെട്ടതിനെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണല്ലോ സഭയുടെ പ്രാർത്ഥനകളിൽ മുഴുവൻ നിലനിൽക്കുന്നത്. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പ്രത്യക്ഷീകരണം, വെളിപ്പെടുത്തൽ എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ദനഹാകാലത്തെ വെള്ളിയാഴ്ചകൾ ഈശോയെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ സുവിശേഷകന്മാരുടെയും രക്തസാക്ഷികളുടെയും മൽപ്പാപ്പന്മാരുടെയും വിശുദ്ധരെയും ഓർക്കുന്നതിനുള്ള തിരുനാളുകളായി നമ്മുടെ സീറോ മലബാർ സഭ ആചരിക്കുന്നു. ദനഹാകാലത്തെ അവസാന വെള്ളിയാഴ്ച 2 കാരണങ്ങൾ കൊണ്ട് മരിച്ചവരുടെ തിരുനാൾ ദിനമായി ആഘോഷിക്കുന്നു. ഒന്നാമത്തെ കാരണം, മരിച്ചവർ തങ്ങളുടെ ജീവിതത്തിലൂടെ ഈശോയുടെ ദനഹ ആയി മാറിയവർ തന്നെയാണ്. അഥവാ തങ്ങളുടെ ജീവിതത്തിലും ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തിയവർ അല്ലെങ്കിൽ നൽകിയവരാണ്. രണ്ടാമത്തെ കാരണം, ദനഹാകാലത്തെ ഈ അവസാന വെള്ളി കഴിഞ്ഞ ഉടൻ നോമ്പുകാലം ആരംഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നോമ്പുകാലത്ത് ഈശോയുടെ പീഡനാസഹവും മരണവും ഒക്കെയാണല്ലോ ധ്യാന വിഷയങ്ങൾ തന്നെ. മരിച്ചവർ തങ്ങളുടെ ജീവിതകാലത്ത് ഈശോയുടെ സഹനത്തിലും മരണത്തിലും പങ്കുചേർന്നവർ തന്നെയാണ്. ഉയിർപ്പ് കാലത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ് സീറോ മലബാർ സഭ സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുന്നത്. അതിന് ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പൗരസ്ത്യ സുറിയാനി സഭയുടെ കാതോലിക്കയായിരുന്ന മാർ ഷെമയാൻ ബർസബായും മറ്റ് പല മെത്രാന്മാരും വിശ്വാസത്തെ പ്രതി AD 341 ദുഃഖ വെള്ളിയാഴ്ച ദിവസം രക്തസാക്ഷിത്വം വരിച്ചു. അവർ മരിച്ചത് ദുഃഖ വെള്ളിയാഴ്ച ആയതിനാൽ അതിനുശേഷം വരുന്ന വെള്ളിയാഴ്ച അവരുടെ ഓർമ്മ ആചരിച്ചു തുടങ്ങി. കാലക്രമത്തിൽ സകല വിശുദ്ധരുടെയും ഓർമ്മയായി ഈ ദിവസം മാറുകയായിരുന്നു. ഉയിർപ്പ് തിരുനാൾ കഴിഞ്ഞുള്ള വെള്ളിയാഴ്ച കർത്താവിനോട് കൂടെ വിജയം പ്രാപിച്ചവരായ വിശുദ്ധരെ അനുസ്മരിക്കുന്നത് കൂടുതൽ യുക്തിസഹമാണല്ലോ. കത്തോലിക്ക കൂട്ടായ്മയിലെ ഏറ്റവും വലിയ വ്യക്തിസഭയായ റോമൻ കത്തോലിക്ക സഭയോടൊപ്പം ഈ 2 തിരുനാളുകളും ആചരിക്കാതിരിക്കുന്നത് ഒരു വൈരാഗ്യ ബുദ്ധിയുടെ ഭാഗം ആണ് എന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടികളാണ് പറയാൻ ശ്രമിച്ചത് തന്നെ. ടെമ്പറൽ സൈക്കിൾ അഥവാ ആരാധനക്രമ മത്സരത്തെ കേന്ദ്രമാക്കി മുൻപോട്ട് പോകുന്ന പൗരസ്ത്യ സുറിയാനി ക്രമം പാലിക്കുന്ന സീറോ മലബാർ സഭ അതിൻ്റെ തനതായ ആചാരങ്ങൾ വഴി സാർവത്രിക സഭ കൂട്ടായ്മയ്ക്ക് തന്നെ വലിയ നിക്ഷേപമാണ് സമ്മാനിക്കുന്നത്. തിരുനാളുകളെ മിശിഹായുടെ രക്ഷാകര ദൗത്യങ്ങളോട് ചേർത്ത് വെച്ച് ആഘോഷിക്കാനും ധ്യാനിക്കാനുമാണ് പൗരസ്ത്യ സുറിയാനി പിതാക്കന്മാർ എന്നും ശ്രമിച്ചിട്ടുള്ളത്.